നമസ്കാരം. ഇന്ത്യയെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. സൗദി അറേബ്യയുമായി കരാർ ഒപ്പിട്ടതോടെ ഇന്ത്യയെ ഉന്നം വെക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. എങ്ങനെയും ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് സൗദി അറേബ്യയോട് ഇത്തരത്തിലൊരു കരാറിൽ ഒപ്പിടാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത്. ഇന്ത്യയുമായുള്ള സംഘർഷാവസ്ഥ ഇനി വഷളാകുന്ന സാഹചര്യം വന്നാൽ സൗദി അറേബ്യൻ സേന തീവ്രവും സജീവവുമായി ഇടപെടുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ജിയോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരമൊരു പ്രതികരണം. ഇന്ത്യയുമായി സംഘർഷമുണ്ടായാൽ സൗദി സേന ഇടപെടുമോ എന്ന ചോദ്യത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തീർച്ചയായും ഇടപെടുമെന്നും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു. അടുത്തിടെ സൗദിയുമായി പാകിസ്ഥാൻ ഒപ്പുവെച്ച കരാർ സംയുക്ത പ്രതിരോധ ചട്ടക്കൂടിൽ നിന്നാണ് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം പാകിസ്ഥാനോ സൗദി അറേബ്യയോ ഒരു രാജ്യത്തെയും ആക്രമണകാരിയായി വ്യക്തമായി പട്ടികപ്പെടുത്തിയിട്ടില്ല എന്നും ഖ്വാജ ആസിഫ് എടുത്തു പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ആക്രമണ പ്രവർത്തനങ്ങൾക്ക് മറുപടി നൽകാനുള്ള ഒരു കുടയാണ് ഈ സഖ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു രാജ്യത്തെയും ആക്രമണകാരിയായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും സൗദി അറേബ്യയും അങ്ങനെ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ ഖ്വാജ ആസിഫ് ഇത് ഇരുപക്ഷവും നൽകുന്ന ഒരു കവചം മാത്രമാണ് എന്നാണ് വ്യക്തമാക്കിയത്. ഏതെങ്കിലും രാജ്യത്ത് നിന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ സംയുക്തമായി അതിനെ അഭിസംബോധന ചെയ്യുകയും പ്രതിരോധിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യയുമായി ഉള്ളത് ഒരു ആക്രമണാത്മക കരാറോ പരമ്പരാഗത പ്രതിരോധ ക്രമീകരണമോ അല്ല എന്നും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷമുണ്ടായാൽ സൗദി സൈന്യം ഇടപെടുമോ എന്നും സൗദി അറേബ്യ ഒരു ആക്രമണകാരിയെ നേരിട്ടാൽ പാകിസ്ഥാൻ സൈന്യം ഇടപെടുമോ എന്നും അവതാരകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കരാർ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് ഉപയോഗിക്കാൻ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കക്ഷികൾക്ക് ഭീഷണി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ആക്രമണം പ്രാബല്യത്തിൽ വരും എന്നുള്ള ഉറച്ച വെല്ലുവിളിയും ആസിഫ് വ്യക്തമാക്കി. റിയാദിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഒപ്പുവെച്ച സൗദി പാകിസ്ഥാൻ കരാർ ഇരു രാജ്യങ്ങളും നേരിടുന്ന ആക്രമണത്തെ മറ്റൊന്നിനു നേരെയുള്ള ആക്രമണമായി കണക്കാക്കണമെന്നാണ് പറയുന്നത്. അതിനിടെ പാകിസ്ഥാൻ സൗദി പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം സൗദി അറേബ്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം പരസ്പര താൽപര്യങ്ങളും സംവേദനക്ഷമതയും പ്രതിഫലിപ്പിക്കുന്നത് തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. സമീപ വർഷങ്ങളിൽ റിയാദുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആഴം വർദ്ധിച്ചു വരികയാണെന്നും ഇന്ത്യ കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കും സൗദി അറേബ്യയ്ക്കും വിശാലമായ ഒരു തന്ത്രപരമായ പങ്കാളിത്തമുണ്ട് എന്നും അത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്ത ഇന്ത്യ ഈ തന്ത്രപരമായ പങ്കാളിത്തം പരസ്പര താൽപര്യങ്ങളും സംവേദനക്ഷമതയും മനസ്സിൽ സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഇനി എന്തൊക്കെ വെല്ലുവിളിച്ചാലും ശരി, എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ശരി, ഇന്ത്യയുമായി വലിയ വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തുന്ന സൗദി അറേബ്യയെ ഇന്ത്യക്കെതിരെ തിരിച്ചുകൊണ്ടുള്ള പുതിയ കരുക്കൾ ഇനി പാകിസ്ഥാൻ നീക്കിയാലും മോദി പാകിസ്ഥാന് മുന്നിൽ മുട്ടുമടക്കുമെന്നും പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ശിക്ഷകളിൽ നിന്ന് ഇളവ് വരുത്തുമെന്നും ഉള്ള തോന്നലുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമായി പാകിസ്ഥാന് അവശേഷിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച